നന്മ 24 സ്വാഗതം. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ചേർത്തുപിടിച്ച ലയൺസ് ക്ലബ്ബ് തൃക്കാക്കര 78ാം സ്വാതന്ത്ര്യദിനത്തിൽ കാക്കനാട് ജംഗ്ഷനിൽ ദേശീയ പതാക ഉയർത്തിയും കാക്കനാട് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റും നൽകിയാണ് ഈ പ്രാവശ്യത്തെ സ്വാതന്ത്ര്യദിനം തൃക്കാക്കര ലയൺസ് ക്ലബ്ബ് ആഘോഷിച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനം തൃക്കാക്കര MLA ഉമാ തോമസും തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ളയും ചേർന്ന് നിർവഹിച്ചു. ലയൺസ് പോലെയുള്ള സംഘടനകൾ ഈ നാട്ടിൽ ഒരുപാട് ആശ്വാസം പകർന്നുകൊണ്ട് പാവപ്പെട്ടവനെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളത് വളരെ അവരുടെ പ്രവൃത്തികളൊക്കെ അഭിനന്ദനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയൊക്കെ ഒരു ദൈനംദിന ജീവിതം ഇപ്പോൾ വളരെ വഴിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു സ്ഥലത്തേക്ക് നമുക്കറിയാം കുണ്ടും തോടും നിറഞ്ഞ ഒരു റോഡുകളായി നമ്മളുടെ റോഡുകൾ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ട്രിപ്പ് ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എത്ര രൂപ മെയിൻ്റനൻസിന് തന്നെ ചിലവാകും എന്നുള്ളത് വളരെ സങ്കടത്തോടെയാണ് അവർ പലരും പറയാറ്. അത്തരം ആളുകളെ സഹായിക്കുന്ന രീതിയിൽ ലയൺസ് ഇടപെടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ലയൺസിൽ നിന്നുണ്ടാവട്ടെ. പ്രത്യേകിച്ച് വയനാടിന് ഒരു 5 കോടി രൂപ അവർ അനുവദിച്ചു എന്ന് പറയുന്നത് ചെറുതായി കാണാൻ വയ്യ. ഇതുപോലെ പലരുടെയും പല തുള്ളിയാണ് പെരുംവെള്ളമായി മാറുന്നത് എന്നുള്ളത് സന്തോഷകരമായി ഓർക്കുകയാണ്. ചേർത്ത് പിടിക്കാനുള്ള മലയാളിയുടെ ഒരു സന്മനസ് അത് തുടരട്ടെ, ലയൺസിനും അതുണ്ടാവട്ടെ. അവർ ഉപജീവനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ അവരെ ഒരു കൈത്താങ്ങ് സഹായിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. ഓട്ടോറിക്ഷയിൽ പോകുമ്പം അവർക്കോ അല്ലെങ്കിൽ പോകുന്നൊരു യാത്രക്കാരനോ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ വേഗം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണിത്. അതെപ്പോഴും ഓട്ടോറിക്ഷയിൽ തന്നെ വേണം, എല്ലാ വണ്ടിയിലും വേണമെന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ അത് ഉണ്ടാവാറില്ല. എന്തായാലും അതിനൊരു കൈ സഹായിക്കാൻ തോന്നിയാൽ അതുപോലെ തന്നെ നമ്മുടെ എന്ത് ദുരിതത്തിലും ഒരു കൈ താങ്ങ് സഹായിക്കുന്ന ലയൺസ് ക്ലബിനെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ലയൺസ് ക്ലബ്ബ് അവർ ഈ സ്വാതന്ത്ര്യദിനത്തിൽ 78ാം സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും വണ്ടിയിൽ ഇല്ലാത്തൊരു സാധനമാണ്. എപ്പോഴും ഇത് പറയുന്നുണ്ടെങ്കിലും വണ്ടിയിൽ ഒരിക്കലും മിക്ക വണ്ടികളിലും ഇല്ല. അപ്പം ഞങ്ങൾക്ക് തന്നതിൽ വളരെ കടപ്പാട് ആ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഷാജിയോടും ലയൺസ് ക്ലബ്ബിലെ മറ്റു ഭാരവാഹികളോടും രേഖപ്പെടുത്തുകയാണ്. സന്തോഷമുണ്ട്. നമ്മളിന്ന് രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ ആദ്യമായി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയനാടിലെ ദുരന്തത്തിൽപ്പെട്ട് ഒരു രാവ് വെളുക്കുമ്പോഴേക്കും നമ്മളുടെ നാട്ടിൽ ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞുപോയ സംഭവം നമ്മൾക്ക് വേദന ഉളവാക്കുന്നതാണ്. ഇപ്പോഴും ഒരുപാട് മൃതശരീരങ്ങൾ കിട്ടിയിട്ടില്ല, ആളുകളെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് കേണുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ അതിനേക്കാളും ഉപരിയാണ് നേരിട്ട് അവിടെ ചെന്ന് കണ്ടപ്പോഴുള്ള കാഴ്ച. നേർക്കാഴ്ച പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് വട്ടം ഇടുക്കിയിൽ മരുമകളായതുകൊണ്ട് പലവട്ടം PT വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഉരുളുപൊട്ടൽ ചെറുതായിട്ട് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കൃഷിക്കോ കാര്യത്തിനോ ഒന്നും തന്നെ യോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. ഇതൊക്കെ PT പലവട്ടം കണ്ട് കാണിച്ചു തന്നിട്ടുള്ളതിനേക്കാളൊക്കെ അതിഭയങ്കരമായിട്ട് അതിഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് ഉരുളുപൊട്ടി ഒരു 30 മീറ്ററോളം ഒഴുകിയിരുന്ന വീതിയുണ്ടായിരുന്ന ഒരു പുഴ അത് 100 മീറ്ററിലധികം വർദ്ധിച്ച് ഒരു പുതിയ സ്കൂൾ അവിടെ പണിതിരിക്കുന്നത് കാരണം ഒരുപാട് മരങ്ങൾ അവിടെ ഇടിച്ചു നിന്ന് അതിൻ്റെ ശക്തി കുറച്ചത് കൊണ്ട് മാത്രം എങ്കിൽ പോലും അവിടെ നിന്ന് അലയടിച്ച് ഉയർന്നത് 2 നില കെട്ടിടത്തിലുള്ള ഒരു മുസ്ലിം പള്ളിയുടെ മുകളിലേക്കാണ്. ചെളി അടിഞ്ഞു കയറിയതും അവിടുത്തെ ഉസ്താദ് ഉൾപ്പെടെ
വാഷ് ഔട്ട് ചെയ്തു പോയതും എന്നൊക്കെ കാണുമ്പോൾ അതിലുണ്ടായ കാഴ്ചയൊക്കെ വളരെ ഭയാനകമാണ്. നമ്മൾ കാണുന്ന കേൾക്കുന്ന അതിനേക്കാൾ നേരിട്ട് കണ്ട കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. വളരെയധികം പേര് ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളകളിൽ അവിടെ മരണപ്പെട്ടു പോയ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. പലപ്പോഴും പല സൂചനകളും നമുക്ക് ലഭിക്കുമ്പോൾ അതൊന്നും നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് കൊണ്ട് നമ്മളുടെ പൂർവികരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിത്തന്നതാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് മറന്നുപോയി പലരും വഴിവിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇതുപോലുള്ള ദുരന്തങ്ങളെയൊക്കെ നമുക്ക് കാണേണ്ടി വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പം നമ്മുടെ വയനാട് ദുരന്തം നമുക്കൊക്കെ ഒരു പാഠമാണ്. എത്ര കിട്ടിയാലും മതിയാവില്ലാത്ത മനുഷ്യന് ആർത്തി പൂണ്ടിട്ട് നമ്മൾ ഒരു ഇഞ്ച് സ്ഥലത്തിന് വേണ്ടിയിട്ടും സ്വത്തിന് വേണ്ടിയിട്ടും സ്വന്തം ബന്ധമൊന്നുമില്ലാതെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചും സഹോദരങ്ങളെ വെട്ടിക്കൊന്നും എല്ലാം നമ്മൾ സമ്പാദിച്ചു വെക്കും. പക്ഷേ ഈ സമ്പാദിക്കുന്ന എന്തിനാണെന്ന് ഒരു നിമിഷം നമ്മൾ വയനാട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു രാത്രി ഉറങ്ങിത്തീർന്നപ്പോൾ ഒരു സമ്പാദ്യമില്ല. നമ്മൾ ഏറ്റവും സ്വന്തം എന്ന് പറയുന്നത് നമ്മുടെ കൂടപ്പുറപ്പുകളും മാതാപിതാക്കളോ മക്കളോ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഇന്ന് അവർ അനാഥരാണ്, അവർക്കൊന്നുമില്ല. അപ്പോൾ അവർക്കൊരു 5 കോടി രൂപ കിട്ടുകയെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടണ പോലെയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് അവന് തല ചായ്ക്കാൻ ഒരു വീടാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അതെല്ലാം ചൊരുക്കൂട്ടി സമ്പാദിച്ച് വെച്ചത് ഒരു നിമിഷം കൊണ്ട് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനൊരു കൈത്താങ്ങ് സഹായിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വലിയ ഉപകാരമാണ്. നമ്മൾ വിശന്ന് പൊരിഞ്ഞ് നടക്കുന്ന ആൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണത്തിന് നല്ല രുചിയും സ്വാദും ഒക്കെ ഉണ്ടാകും. എന്നാൽ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു ആഹാരം തന്നാൽ നമുക്കതിനോട് അത്രയും തൃപ്തി വരില്ല. കാരണം നമ്മൾ വയറ് നിറച്ചിരിക്കും, നമുക്ക് വേണ്ട. അതേപോലെയാണ് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇന്ന് വയനാട്ടിൽ. അവർക്കിന്ന് എന്ത് നമ്മൾ കൊടുത്താലും വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ 5 കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. ഇനി വീടുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവരിൽ ഒരാൾ ജീവിക്കുന്ന അത്രയും കാലം ഒരു വീട് കൊടുത്താൽ അവരെ നമ്മൾ സ്മരിക്കും. ഈ ലയൺസ് ക്ലബ്ബിന് എന്നും നിലനിർത്താൻ അവരുടെ മനസ്സിൽ ആ പ്രതിഷ്ഠ ഉണ്ടാവും. അപ്പോൾ അതിന് നല്ല രീതിയിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയും നിങ്ങൾക്ക് ധാരാളം സന്മനസ്സുണ്ടാകട്ടെ. അതിന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.